നമസ്കാരം, ദുബായിലാണുള്ളത്. അപ്പോൾ ഇന്ന് ഡിസംബർ 31. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇത്തവണത്തെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഗ്ലോബൽ വില്ലേജിലാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം പാം ജുമേറയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ ഒരു വെറൈറ്റി ആയിട്ട് ഗ്ലോബൽ വില്ലേജിലാണ് എൻ്റെ ന്യൂ ഇയർ ആഘോഷം കേട്ടോ. ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. പതിവിലും നല്ല തിരക്കാണ് ഇവിടെ നിന്ന് കാണുന്നത് കേട്ടോ. ഇത്തവണ ദുബായിലൊരു 36 ലൊക്കേഷനിൽ ഈ ന്യൂ ഇയറിൻ്റെ പരിപാടികൾ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സമയം കളയുന്നില്ല, നമുക്ക് നേരെ അകത്തേക്ക് കയറാം കേട്ടോ. കണ്ടില്ല, നല്ല തിരക്കാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. സിറ്റി ലാൻഡ് മാളിൻ്റെ ഒരു മുമ്പിലാണ് നിൽക്കുന്നത്. ഇതാ കാണുന്ന ചെറിയ ചെറിയ അമ്യൂസ്മെൻറ്റ് റൈഡൊക്കെ ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ അകത്താണ് കേട്ടോ. കണ്ടില്ല എത്ര ആൾക്കാരാണ് വന്നത് നോക്കിയേ. ഞാൻ മുമ്പും ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഒക്ടോബറിൽ ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഗോപ്രോ മേടിച്ച് എൻ്റെ ആദ്യത്തെ വ്ളോഗ് അവിടെ നിന്നായിരുന്നു കേട്ടോ. അതാ പൊട്ടി പടക്കം പൊട്ടി, നല്ല ടൈമിങ്. അതാ പൊട്ടുന്നത് കണ്ടാ, വന്ന് ഇറങ്ങി ഇതാ പടക്കം പൊട്ടി. ശരിക്കും ഗ്ലോബൽ വില്ലേജിൽ 8 മണി തൊട്ട് പൊട്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ തായ്ലൻഡ്. അപ്പം തായ്ലൻഡിൽ 12 മണിയായി. ഹാപ്പി ന്യൂ ഇയർ തായ്ലൻഡ്. നമുക്ക് 10:30 അന്നിറങ്ങി നല്ല ടൈമിങ്. ഏകദേശം നമ്മളിതാ ഗ്ലോബൽ വില്ലേജ് എത്താനായിട്ടുണ്ട് കേട്ടോ. ഇത് സിറ്റി ലാൻഡ് മാളിൻ്റെ ബാക്ക് സൈഡാണ്. നമ്മളെ മാളിൻ്റെ അകത്ത് കൂടിയായിരുന്നു ഇറങ്ങാൻ വിചാരിച്ചത് പുറത്തേക്ക്. പക്ഷേ അവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മളങ്ങനെ ഒന്നൊരു റൗണ്ട് അടിച്ച് നേരെ ഇതാ ഗ്ലോബൽ വില്ലേജിൻ്റെ എൻട്രൻസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ നമ്മൾ തായ്ലാൻഡിൻ്റെ വക വെടിക്കെട്ട് കണ്ടില്ലേ. ഇനി അടുത്തത് ഏത് വെടിക്കെട്ടാന്ന് കണ്ടറിയാം. ഇത് കണ്ടില്ലേ, സൈക്കിൾ റിക്ഷയൊക്കെ പോകുന്നത് നമ്മളെ UP-യിലൊക്കെ കാണുന്ന പോലത്തെ. ഇത് ഈ ഒരു ന്യൂ ഇയർ പ്രമാണിച്ച് അവിടുന്ന് കൊണ്ടുവന്നതെന്ന് തോന്നുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വിദേശത്ത് നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര സംഭവമായിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തെ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ അകത്തേക്ക് ഉണ്ടോ. ഇതാണ് മെയിനൊരു വഴി കേട്ടോ. നമ്മളങ്ങനെ ഇതാ മുമ്പിലെത്തിയിട്ടോ. ഇവിടുത്തെ തിരക്ക് കണ്ടില്ലേ, ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കുമാണ്. നല്ല തിരക്കാട്ടോ. നമ്മളിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്തുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇതിവിടെ വന്ന് ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കുന്ന ആളാണ്. അതാ ഇത്രയും തിരക്ക് ഇവിടെ വേണ്ട. ഗ്ലോബൽ വില്ലേജ് ലൈറ്റൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞു. പിന്നെ നമ്മൾ നേരതാ അകത്തേക്ക് കയറാണ്. അകത്ത് കയറാനും തിരക്ക്.
എല്ലാം അകത്ത് കയറണ്ട കേട്ടോ. ഇനി അകത്ത് കയറിയിട്ട് കാണാം. അങ്ങനെ ഇതാ അകത്ത് കയറിയിട്ടോ. നമ്മളെ ഡോറ കുഞ്ചില്ലേ അതിവിടെയും വന്നാ. ഗ്ലോബൽ വില്ലേജിൽ കൂടി തേരാപ്പാര നടക്കുക കേട്ടോ. ഇവിടെ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ട്. ഇത് സിറിയൻ്റെ ഒരു പവിലിയനാണ്. ഇത് ഓരോ രാജ്യത്തിൻ്റെയും പവിലിയൻസ് അടങ്ങിയ ഒരു സ്ഥലമാണ് ഈ ഗ്ലോബൽ വില്ലേജ് കേട്ടോ. നമ്മുടെ ഇന്ത്യയൊക്കെ ആ ഭാഗത്തുണ്ട്. ഒരിക്കൽ വന്നതാണ് ഇവിടെ. കണ്ടില്ലേ നമ്മളെ ഡോറ ബുച്ചി. ഇത് ഇവിടുത്തെ മെയിൻ സ്റ്റേജ് ആട്ടോ. അതവിടെ ഫയർ വർക്ക് ടൈമും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ന്യൂ ഇയർ 10:30 അതായത് ദുബായ് ടൈം 10:30 നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ന്യൂ ഇയറിൻ്റെ ഫയർ വർക്ക് കേട്ടോ. കണ്ടില്ലേ ഈ ഒരു സ്ക്രീനിൽ അതിൻ്റെ ടൈമും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വന്ന സമയത്ത് തായ്ലൻഡിൻ്റെ ഫയർ വർക്കാണ് നമ്മൾ കണ്ടത്. ഇനി 10 മണിക്ക് ബംഗ്ലാദേശിൻ്റെ ഉണ്ട്. കിട്ടും അതിന് കൂട്ടപ്പുരിച്ച് പോയിട്ട്
ന്യൂ ഇയർ. അങ്ങനെ ഇന്ത്യയിൽ ഇത് 2025 പിറന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി വരുന്ന 2025 നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ 11 മണിക്ക് ഇവിടെ പാകിസ്ഥാൻ്റെ ന്യൂ ഇയർ ആഘോഷമുണ്ട്. അത് കഴിഞ്ഞിട്ട് 12 മണിക്കാണ് നമ്മുടെ UAE-യുടെ ന്യൂ ഇയർ ഫെയർ വർക്ക് കേട്ടോ. ക്രൗഡ് കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഒരിക്കൽ കൂടി ഇന്ത്യയിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി ന്യൂ ഇയർ. ഈ 2025 നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. ഇന്ത്യയുടെ പവീലിയൻ്റെ മുമ്പിലെത്തി കേട്ടോ. അതിന് മുമ്പിൽ തന്നെ ഇതാ ദില്ലി ദാബ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ദോശ എക്സ്പ്രസ്. ഗ്ലോബൽ വില്ലേജ് വന്നിട്ട് ദോശ കഴിച്ചാലോ? ഇന്ത്യൻ പവീലിയൻ. ഇതിലേക്ക് തൊട്ട് ഓപ്പോസിറ്റ് ഇതാ ഖത്തറിൻ്റെ ഒരു പവീലിയൻ ഉണ്ട് കേട്ടോ. Thank you for riding. Thank you for riding. Thank you for riding. കണ്ടില്ലേ മേലെ? ഇതൊരു റൈഡാണ് കേട്ടോ. ഇതിൻ്റെ മേലെ ആൾക്കാരുണ്ട്. ഈ ഭാഗത്ത് മുഴുവൻ റൈഡുകളാണ്. ഇവിടെ എന്താ മണ്ണെടുക്കുക? JCB ഒക്കെ ഉണ്ടല്ലോ. മണ്ണെടുക്കുക ഇവിടെ. ആ അതെ, മണ്ണെടുക്കുക. ടിപ്പറൊന്നും ഇല്ലല്ലോ. JCB മാത്രമുള്ളോ?
فيكم بالقرية العالمية بآخر ليلة من عام 2024. العد الشمالي 40, 30, 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1.
ആശാന ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു? ന്യൂ ഇയർ വളരെ മനോഹരമായിരുന്നു. DJ ഗെയിമായിരുന്നു. അപ്പോൾ നമ്മളത് ന്യൂ ഇയർ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങിട്ടോ. അങ്ങനെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഗ്ലോബൽ വില്ലേജിലെ ന്യൂ ഇയർ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 1 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. നല്ല ഉറക്ക ക്ഷീണുണ്ട്. അടിച്ച് പൊളിച്ച് തകർത്ത് തരിപ്പണാക്കി കേട്ടോ. അങ്ങനെ ഈ 2025 നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. 2024 നമുക്ക് ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ സമ്മാനിച്ചിട്ടുണ്ട്. അതുപോലെയൊന്നും 2025 ഉണ്ടാവല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. നല്ലൊരു അടിപൊളി വർഷം തന്നെ ആവട്ടെ ഈ 2025. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എന്തായാലും നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.